ഇതിനകത്ത് ആഭ്യന്തരമായിട്ടുള്ള വിമർശനം എന്താണ്? സോഷ്യൽ മീഡിയയിലെ ഈ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 2 ടേമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർ വരുന്നു. അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി ഉണർത്താൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. സനീഷേ, ഈ യങ് ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാമ്പയിൻ ഇവർ തുടങ്ങി വെച്ചു. നല്ല ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അതായത് എല്ലാ ആളുകളെയും എല്ലാ മണ്ഡലങ്ങളിലും സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. സംഘടന മാത്രം ചർച്ച ചെയ്യുക. സാധാരണ ഇത്തരം പരിപാടികളിലൊക്കെ ഘോരം ദീർഘം സംസാരിക്കുക, പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനപ്പുറത്ത് സംഘടന എന്നതിലേക്ക് ഇറങ്ങിച്ചെന്ന ചർച്ചയിലേക്ക് പോകുക സാധാരണ ഇത്തരം വേദികളിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസ് ഇത്തവണ കൃത്യമായി തീരുമാനിച്ചു. ആ നിലയ്ക്ക് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പിന്നെ ഇലക്ഷന് പുറകെ പോയി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. സംഗതി അങ്ങനെ വേറൊരു വഴിക്ക് പോകുന്നു. പിന്നീട് ഇത് നടന്നിട്ടില്ല. അവിടുന്ന് മുന്നോട്ട്, അതായത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഈ പരിപാടി നടന്നിട്ടില്ല. അങ്ങനെയല്ലല്ലോ. അതായത് യൂത്ത് കോൺഗ്രസ് മറ്റേ ഫണ്ട് പിരിവ് നടത്തിയതുപോലെ പകുതിക്ക് വെച്ച് നിന്നു. വയനാട്ടിൽ ഫണ്ട് പിരിവ് നടത്തിയത് ബാക്കി കൂടി തീർക്കണമല്ലോ, അത് നടന്നിട്ടില്ല. ഇത് സ്വാഭാവികമായും വിമർശനം ഉയരുമല്ലോ. കോൺഗ്രസിനുള്ളിൽ തന്നെ, യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനം വരും. ആ വിമർശനമാണ് PJ കുര്യൻ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ്? സംഘടനയെ ആ നിലയ്ക്ക് കരുത്തു എല്ലായിടത്തും മുകളിൽ മുതൽ താഴെ വരെ എല്ലാ ഘടകങ്ങളിലും പ്രസിഡന്റുമാരുണ്ട്. പക്ഷേ ഒരു സംവിധാനമായി അത് പ്രവർത്തിക്കുന്നില്ല. അതായത് മറ്റു ഭാരവാഹികളില്ല, ജനറൽ സെക്രട്ടറിമാരും മറ്റു ഭാരവാഹികളുമൊക്കെ ആ നിലയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം വേണ്ടേ? അങ്ങനെ തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ടൈമിലും ഉണ്ടായിരുന്ന വിമർശനമാണ് ഷാഫിയുടെ സമയത്തും. ഇതേ വിമർശനങ്ങളെല്ലാം ഷാഫിയുടെ സമയത്തും കോൺഗ്രസിനുള്ളിലുണ്ട് കേട്ടോ. പുറത്തേക്ക് ഈ രീതിയിൽ ഇങ്ങനെ വരുന്നില്ല എന്നേ ഉള്ളൂ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം MLA ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചു കൂടെ എന്നുള്ള ചോദ്യം. സാധാരണ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാൾ പ്രസിഡന്റ്, രണ്ടാമത്തെ ആൾ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ പുതിയൊരു തെരഞ്ഞെടുപ്പ് ഇപ്പം നടത്തേണ്ട സാഹചര്യമൊന്നുമില്ല തൽക്കാലം. അതുകൊണ്ട് അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. മാത്രമല്ല, ഈ തൊട്ട് മുമ്പ് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം കൂടെ നിലനിൽക്കുകയാണ്. അതൊന്നും പൊങ്ങി വരാതിരുന്നത് എന്താണ്? വലിയ ചർച്ചയാവാതിരുന്നത് ഇവിടെ തുടർച്ചയായി പ്രതിപക്ഷത്താണ്, 9ാം വർഷവും ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു ഭിന്നതയ്ക്കും വഴിയില്ല. അതിനപ്പുറം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള അണികളുടെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് പോകുന്നത്. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ്, ഈ സംഘടനയെ കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു തെരഞ്ഞെടുപ്പില്ല. ഇപ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്ത്രപരമായി പലരും പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അബിൻ വർക്ക് ഇപ്പോഴും പ്രസിഡന്റ് ആവാതെ ഇരിക്കുന്നത് എന്നുള്ള വാസ്തവം കൂടിയുണ്ട്.